ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സേഫായിട്ടിരിക്കണോ അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഇൻ്റഗ്രേഷനും അതിൻ്റെ അപ്ലിക്കേഷനുമാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്റർ നമ്മുടെ തീർന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇൻ്റഗ്രലും അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലും ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ എല്ലാം കൂടിയിട്ട് വരുന്നതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പം അതാണ് ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 9th ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഒരു പേരിൽ നിന്ന് തന്നെ ഏകദേശം അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ? നമ്മളെപ്പോഴും ഫസ്റ്റ് ഇയർ മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡെറിവേറ്റീവ്, ഡിഫറൻഷ്യേറ്റ്, ഡിഫറൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന 9th ചാപ്റ്ററാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? വാട്ട് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഉള്ള അല്ലേ, ഡെറിവേറ്റീവ് ചെയ്യുന്ന ഇക്വേഷൻ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പം അതിൽ ഒന്ന് രണ്ട് തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരാൻ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 9th ചാപ്റ്റർ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് വൺ നോക്കാം. ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം dy by dx equal to g of x. dy by dx equal to g of x. കണ്ടോ? dy by dx equal to g of x where y equal to f of x. dy by dx equal to g of x എന്ന ഫോമിൽ എഴുതുന്ന ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ dy by dx equal to g of x is known as ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഒന്നും കൂടി സിമ്പിളായിട്ട് ഞാൻ പറയാം. an equation involving derivative or derivatives. An equation involving derivative or derivatives of the dependent variable with respect to independent variable. അപ്പോൾ എന്താ പറയുന്നത്? an equation involving derivative or derivatives with respect to of the dependent variable with respect to independent variable is called a differential equation. അപ്പോൾ ഡെറിവേറ്റീവ് എങ്ങനെയാ? ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് dy by dx, ഈ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം അങ്ങനെ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി അതിൽ ഒരൊറ്റ ഇപ്പോൾ dy by dx വരാം, dx by dy വരാം, അല്ലെങ്കിൽ dy by dt വരാം, അങ്ങനെ വരാം അല്ലേ, കുറേ വരാം. അതിനൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നാൽ വൺ ആൻഡ് ഓൺലി വൺ വേരിയബിൾ നോക്കാം. ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. only one independent variable is called an ordinary differential equation. സാധാരണയായിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ one and only one independent variable is known as ordinary differential equation. അതിനൊരു എക്സാമ്പിൾ നോക്കൂ. 2 into d square y by dx square plus dy by dx whole cube equal to 0. ഏത് വേണമെങ്കിലും എഴുതാം. ഇപ്പം ഇവിടെ y with respect to x അല്ലേ, ഇവിടെയും y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതിൽ വേറെ dy by dt എന്നോ dy by dx അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പം ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ അതിനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നു. അതല്ല ഒരു ഡെറിവേറ്റീവ് ആവണം, അതിന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അങ്ങനെ അതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു സ്പെഷ്യൽ കേസാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർ
an equation of the form dy by dx equal to g of x, അതിനെ നമുക്ക് ആ ഫോമിൽ വരുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അതിൽ പറയുന്നത് നോക്കാം. ഈ ഡെറിവേറ്റീവിന് തന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം dy by dx ഈ dy by dxനെ തന്നെ കാണുന്നില്ല. dy by dxനെ തന്നെ നമുക്ക് y ഡാഷ് എന്ന് പറയാം. dy by dxനെ y ഡാഷ് എന്ന് പറയാം. ഓർ കൊടുക്കാം അല്ലേ, ഓർ y1 എന്ന് പറയാം, ഓർ y1 എന്ന് പറയാം, y ഡാഷ് ഓ y1 എന്നുള്ളത് പറയാം. ഇതിനൊക്കെ നമുക്ക് ഒരേ dy by dx തന്നെയാണ് y ഡാഷ് ഓർ y1. അപ്പം അങ്ങനെയാണെങ്കിൽ d സ്ക്വയർ y by dx സ്ക്വയർ എന്തായിരിക്കും? y ഡബിൾ ഡാഷ് ഓർ y2. കണ്ടോ? അഗെയിൻ d ക്യൂബ് y by dx ക്യൂബ്, ഇതിനെന്തെന്ന് കൊടുക്കാം നമുക്ക്? y ട്രിപ്പിൾ ഡാഷ് ഓർ y3. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളത് ഡെറിവേറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ dy by dxനെ y1 ഓർ y ഡാഷ്, y1 എന്നോ അല്ലെങ്കിൽ y ഡാഷ് എന്നോ ഇപ്പോൾ ഒരു ഇക്വേഷൻ വരികയാണ്. ഇപ്പം ഇങ്ങനെ വരുള്ളൂ, 2y ഡാഷ് പ്ലസ് 3y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനർത്ഥം എന്താ വരുന്നത്? 2 ഇൻറ്റു dy by dx പ്ലസ് 3 ഇൻറ്റു d സ്ക്വയർ y by dx സ്ക്വയർ ഈക്വൽ ടു 0. ഇറ്റ്സ് എ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇങ്ങനെ dy by dxനെ y ഡാഷ് എന്നും y1 എന്നും വരാം, d സ്ക്വയർ yനെ y ഡബിൾ ഡാഷ് ഓർ y2 എന്ന് വരാം, d ക്യൂബ് yനെ y ട്രിപ്പിൾ ഡാഷ് ഓർ y3 എന്ന് പറയാം. ഇനിയിപ്പം കോമൺ ആയിട്ട് d റേസ് ടു n ബൈ d x റേസ് ടു n ഈസ് ഈക്വൽ ടു y റേസ് ടു n ഓർ yn എന്നും. ഓക്കെ, അപ്പം ഇതൊന്ന് അതിൽ ഇടയ്ക്ക് നമ്മളെ പ്രോബ്ലത്തിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെയും അതിനെ നോട്ട് ചെയ്യാമെന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിനടക്കം വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ്, ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0 ഒരു ഇക്വേഷൻ. സെക്കൻഡ്, d ക്യൂബ് y ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പം എന്താണ് ഇതിൻ്റെ ഓർഡർ? വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ തന്നിരിക്കുന്ന ഇക്വേഷനിലെ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. Order of differential equation is defined as the order of the highest order derivative of the dependent variable with respect to the independent variable. Okay, അപ്പോൾ എന്താ പറയുന്നത്? ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷനിലെ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പം നോക്കാം, ഇതിലെ ഏതാണ് ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ്? d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0. ഇതിൻ്റെ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് വരെ ഇതിൽ ഏതാ ഡെറിവേറ്റീവ് ഉള്ളത്? ഇതിൻ്റെ dy ബൈ ഡി എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ ആണെങ്കിൽ
സെക്കൻഡ് ഡെറിവേറ്റീവ്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡി എക്സ് ക്യൂബ് ആണെങ്കിൽ തേർഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, അതിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്? ഓർഡർ ഈക്വൽ ടു 2. എഗെയിൻ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ നന്നായിട്ട് നമുക്കിത് മനസ്സിലാവും അല്ലേ? ഇത് ഡി സ്ക്വയർ വൈ ആണ്, ബട്ട് ഇവിടെ എന്താ? ഡി ക്യൂബ് വൈ ആണ്. അപ്പോൾ അതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ വരുന്നത്? ഡി ക്യൂബ് വൈ ആണല്ലോ. അപ്പം അതിൽ വലുത് അഥവാ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഈക്വൽ ടു 3. എഗെയിൻ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയാം. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ? ഇതിലാകെ ഒന്നേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പം അതിൻ്റെ ഓർഡർ ഈസ് ഈക്വൽ ടു എന്ത് വരുന്നുണ്ട്? ഓർഡർ ഈക്വൽ ടു 2. സോറി, ഓർഡർ ഈസ് ഈക്വൽ ടു 1. ദാ ഡി വൈ ബൈ ഡി എക്സ് ആണ് അതിലെ ഡെറിവേറ്റീവ്. അത് ഇതിൻ്റെ പവർ 1. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇനി വേറൊരു തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരാം. എക്സ് വൈ ഡാഷ് പ്ലസ് വൈ വൈ ഡബിൾ ഡാഷ് പ്ലസ് 3y ട്രിപ്പിൾ ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. നോക്കൂ, എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 3y ട്രിപ്പിൾ ഡാഷ് ഹോൾ സ്ക്വയർ. ഇനി ഇതിന് വേണമെങ്കിൽ ഇവിടെയും ഒരു ഇത് കൊടുക്കാം. ഇപ്പം ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ? നമുക്കറിയാം വൈ ട്രിപ്പിൾ ഡാഷ് ആണ് അല്ലേ? അപ്പം വൈ ട്രിപ്പിൾ ഡാഷ് ആയതുകൊണ്ട് അതിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്? ഓർഡർ ഈക്വൽ ടു 3. അപ്പം ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏത് ഹയസ്റ്റ്, എത്രാമത്തെ അല്ലെങ്കിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ, ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതായിരിക്കും അതിൻ്റെ ഓർഡർ. ഇപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഓർഡർ ഈസ് 1, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഓർഡർ ഈസ് 2, ദെൻ തേർഡ് ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ ഓർഡർ ഈസ് 3. ഓക്കെ, അതങ്ങനെ. nth ഡെറിവേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ n ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർഡർ എന്താണ് എന്നുള്ളത് മനസ്സിലായില്ലേ? എഗെയിൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി. എന്താണ്? ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പം നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഞാനതിൽ ഇട്ടത് മാത്രം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പം അതിൻ്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിച്ചു 2 ആണ്. കാരണം അതിൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിൽ 2 ആണ്. ദാറ്റ് ഈസ് ഓർഡർ ഈസ് 2. എന്നാൽ അതിൻ്റെ ഡിഗ്രി എന്താണ്? ഈ ഓർഡറും ഡിഗ്രിയും കൂടെ പരസ്പരം ബന്ധമുണ്ട്. അപ്പം ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്ക്, അതിൻ്റെ മറക്കരുത്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ അതാണ് അതിൻ്റെ ഓർഡർ. എന്നാൽ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് ഡിഗ്രി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഇതിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 2വിൻ്റെ പവർ എത്രയാ? നമുക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്കറിയാം അതെന്താ? 1 ആണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 1 ആണ്. അപ്പം നമുക്കതിൽ എഴുതാൻ കഴിയും ഡിഗ്രി ഈക്വൽ ടു 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ ക്യൂബ് ഈക്വൽ ടു 0. ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. കാരണം ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് 3, തേർഡ് ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഓർഡർ ഈസ് 3. അപ്പം എന്തായിരിക്കും അതിൻ്റെ ഡിഗ്രി? ദ
പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ്. ദെൻ അതിൻ്റെ പവർ എത്രയാണ്? ആ പവർ ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ഡിഗ്രി ആയിട്ട് വരുന്നത്. ഡിഗ്രി ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ പവർ ഇതിൻ്റെ 3 അല്ലേ എന്നുള്ളത്. പക്ഷെ ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണോ? അല്ല. അതുകൊണ്ട് അത് അതിൻ്റെ ഡിഗ്രി അല്ല. ഓക്കെ, അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അറിയാലോ, റേസ്റ്റ് എത്രയാണോ വരുന്നത് അങ്ങനെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇപ്പം ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് 1. ദാറ്റ് ഈസ് അതിൻ്റെ പവർ എത്രയാ? അതും 1 തന്നെയാണ്. അപ്പം ഡിഗ്രി ഈക്വൽ ടു 1. ഇനി നോക്ക്, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ ഡബിൾ ഡാഷ് ഓൾ റേസ്റ്റ് ടു 4 പ്ലസ് 3y ട്രിപ്പിൾ ഡാഷ് ഓൾ സ്ക്വയർ. ഇവിടെ ഓർഡർ ഈസ് 3. ദെൻ തേർഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പം അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ആ തേർഡ് ഓർഡർ ഏതിനാണോ വന്നത് അതിൻ്റെ പവർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പവർ ഇവിടെ 2 ആണ്. ഇവിടെ 4 വന്നിട്ടുണ്ട്, ബട്ട് 4 അല്ല. അപ്പോൾ അവിടെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഡിഗ്രി ഈക്വൽ ടു 4. സോറി, ഡിഗ്രി ഈസ് ഈക്വൽ ടു 2. ഇവിടെ 4 ആണെന്ന് വിചാരിച്ച് ഹയസ്റ്റ് ഡെറിവേറ്റീവ് അത് എഴുതരുത്. ഏതിൻ്റെ ഹയസ്റ്റ് പവർ 4 ആണെന്ന് കരുതി എഴുതരുത്. ഏതിൻ്റെ പവറാണ് നമ്മൾ നോക്കേണ്ടത്? ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ. ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഡിഗ്രി എന്താണ്, പവർ എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഞാനിപ്പം പറയുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, dy by dx പ്ലസ് സൈൻ ഇൻറ്റു dy by dx ഈക്വൽ ടു 0. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ വരുന്നത്? എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ എത്രയാ? ഏത് ഡെറിവേറ്റീവാ? ഫസ്റ്റ് ഡെറിവേറ്റീവ്. ദെൻ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി എന്താണ് വരുന്നത്? ഡിഗ്രി ഇവിടെ എന്താ വരുന്നത്? ഇപ്പം എല്ലാവരും പറയും 1 തന്നെയാണെന്ന് അല്ലേ? അല്ല, ഇത് ട്രിഗണോമെട്രിയുടെ അഥവാ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ അല്ല. ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇത് പോളിനോമിയൽ ആവാതിരിക്കാൻ കാരണം ട്രിഗണോമെട്രിക്ക് ഡെറിവേറ്റീവായിട്ട് വരികയാണ്. അപ്പോൾ ദ ഗിവൺ ഇക്വേഷൻ ഈസ് നോട്ട് എ പോളിനോമിയൽ ഇക്വേഷൻ. ദറ്റ് ഈസ് ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോ ഡിഫൈൻഡ് ആണ്. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പം തന്നിരിക്കുന്ന പോളിനോമിയൽ ഇക്വേഷന് മാത്രമേ അതിന് ഡിഗ്രി ഉള്ളൂ. ഇനി അതല്ലാതെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വേറൊരു പറയാം, y ട്രിപ്പിൾ ഡാഷ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, y ട്രിപ്പിൾ ഡാഷ് പ്ലസ് y സ്ക്വയർ പ്ലസ് e റേസ് ടു y ഡാഷ് ഈക്വൽ ടു 0. ഇപ്പം ഇവിടെ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണോ? അല്ല. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാണ് വരുന്നത്? ഓർഡർ ഈസ് ഈക്വൽ ടു ഇതിൽ 3 2 ഇവിടെ y സ്ക്വയർ ആണ് കേട്ടോ, ഇവിടെ y ഡാഷ്. അപ്പം ഓർഡർ ഈക്വൽ ടു 3. ഡിഗ്രി എങ്ങനെയാണ് വരുന്നത്? ഡിഗ്രി കണ്ടോ, e റേസ് ടു ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ പവറായിട്ടാണ് ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത്. അതുകൊണ്ടത് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല. അപ്പം അതുകൊണ്ട് അവിടെ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എങ്ങനെയാണ് എന്ന് നോക്കുക. അതിനനുസരിച്ച് ഓർഡറും ഡിഗ്രിയും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആദ്യം മുതൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? തന്നിരിക്കുന്ന ഇക്വേഷൻ dy by dx ഈക്വൽ ടു q of x എന്ന ഫോമിൽ എഴുതുന്ന ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ദ ഡെറിവേറ്റീവ് of the dependent variable with respect to the independent variable is called differential equation.
തന്നിരിക്കുന്നതിൽ ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് നോക്കുക. അതിൽ തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതിനെയാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എഗെയിൻ നമ്മൾ ഓർഡറും ഡിഗ്രിയും എന്താണ് എന്നുള്ളത് നോക്കി. ഓർഡർ ഈസ് എന്ന് പറഞ്ഞാൽ ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഈസ് ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. ഓക്കെ, ബൈ ബൈ, സി യു.